Welcome to the channel Swasta Foods. Hi everyone, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടക്കറിയാണ്. അതായത് എഗ് കറി. നമ്മൾ എപ്പോഴും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്കിത് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നല്ലോണം ഇങ്ങനെ ഓരോ മുട്ട എടുത്തിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് നല്ലതായിട്ട് മസാല പിടിക്കും. അതിന് വേറെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആവശ്യമാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ 2 മീഡിയം സൈസ്ഡ് സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ചെറിയ ടൊമാറ്റോ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കാവുന്നതാണ്. പിന്നെ ചെറിയ ഒരു 2 വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പേസ്റ്റ് ആക്കിയത്, ഒരു പച്ചമുളക് അരിഞ്ഞത്. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ ഒരു മുളകും കൂടി എടുക്കാവുന്നതാണ്. പിന്നെ കുറച്ച് ഫൈനലി ചോപ്ഡ് കൊറിയാണ്ടർ ലീവ്സ്. ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. നമുക്ക് എഗ്ഗ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ ഇടുക. ഒരു 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, ಸ್ವಲ್ಪ സോൾട്ട്, ഇനി നമുക്ക് ഇതിനകത്തിലോട്ട് മുട്ട ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് സൈഡിൽ മാറ്റി വെക്കാം. ഇനി നമുക്കൊരു കടായി വെച്ചിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ നല്ല ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അതിലോട്ടൊരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ബേ ലീഫ് ഇടാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നല്ലവണ്ണം ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ വഴറ്റുക. പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്തിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റുക. അതും കൂടി ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്നും കൂടി വഴറ്റുക. ഇനി നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ കൂടി ഇട്ട് നല്ലോണം വഴറ്റുക. നല്ല വഴണ്ട് വരണം. ഇതെല്ലാം മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ചെയ്യുന്നത്. ടൊമാറ്റോ നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അതിലോട്ട് നമുക്ക് ആവശ്യമുള്ള മസാല ആഡ് ചെയ്യാം. മസാല ആഡ് ചെയ്യുന്നത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കാം. ആദ്യമായിട്ട് ഒരു 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, ഒരു ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, നമുക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ ആഡ് ചെയ്യണം. നല്ലോണം ഒന്ന് ചൂടാക്കുക. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ബോയിൽ ചെയ്യാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ബോയിൽ ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തിലോട്ട് മുട്ട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഒരു 3 മിനിറ്റ്സ് വേവിക്കാം.
നല്ലവണ്ണം ഗ്രേവി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. കാണാം ഇവിടെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ബൗളിലോട്ട് മാറ്റുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് ഇടാം. നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, പൂരിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാം. ഇടിയപ്പത്തിൻ്റെ കൂടെ, കുറേ ഡിഷിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഈ മുട്ടക്കറി. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുട്ടക്കറിയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ പുതിയ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക്